2010 സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ്. അത് ഇരിങ്ങാലക്കുട നഗരസഭയിലേക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. രണ്ട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് രാഷ്ട്രീയമായി വെല്ലുവിളി, രണ്ട് ഭരണപരമായി അടുത്ത 5 വർഷക്കാലം നേരിടേണ്ടി വരുന്ന വെല്ലുവിളി. ഈ രണ്ട് വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിവും ശേഷിയുമുള്ള ഒരു കർമ്മനിരയെയാണ് ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കൊർത്തുശ്ശേരി ഗ്രാമപഞ്ചായത്ത് നിലവിലുണ്ടായിരുന്ന ഇരിങ്ങാലക്കുട നഗരസഭയുമായി കൂട്ടിച്ചേർത്തത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊർത്തുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ കുറെ കൂടി നല്ല രീതിയിൽ നടപ്പാക്കണമെന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. എന്ത് വില കൊടുത്തും ഇരിങ്ങാലക്കുട പുതിയതായി രൂപീകരിക്കുന്ന നഗരസഭയുടെ ഭരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചു പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഭരണം ലഭിക്കുന്നത് വഴി ഈ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിന്റെ 1/3 വോട്ടർമാരിൽ സ്വാധീനം ഉറപ്പിക്കാനായി സാധിക്കുകയും ആ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 തവണ നഷ്ടപ്പെട്ട ഇരിങ്ങാലക്കുട അസംബ്ലി സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത് എന്നാണ് എന്റെ വിശ്വാസം. രണ്ടാമത് തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയതായി രൂപം കൊള്ളുന്ന നഗരസഭയെ സംബന്ധിച്ച് ഭരണരംഗത്ത് വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി നിലവിലുണ്ടായിരുന്ന നഗരസഭാ പ്രദേശം നിലവിൽ മൊത്തം ജനസംഖ്യയുടെ 13% മാത്രമായിരുന്നു നാട്ടിലേക്ക് താഴെയുള്ള ജനങ്ങളുടെ അംഗസംഖ്യ. 916 കുടുംബങ്ങൾ മാത്രമുള്ള നാട്ടിലേക്ക് താഴെ കുടുംബങ്ങൾ മാത്രമുള്ള ഒരു പട്ടണം 45% നാട്ടിലേക്ക് താഴെയുള്ള ഒരു പഞ്ചായത്തുമായി കൂടിച്ചേർന്നു. 4247 കുടുംബങ്ങൾ നാട്ടിലേക്ക് താഴെയുള്ള ഒരു പഞ്ചായത്തുമായി കൂടിച്ചേർന്ന പുതിയ നഗരസഭയ്ക്ക്. അപ്പൊ ദാരിദ്ര്യ ലഘൂകരണത്തിൽ കഴിഞ്ഞ ഭരണകാലഘട്ടത്തിലൊന്നും കാര്യമായി ശ്രദ്ധിക്കാൻ കഴിയാതെ പോയ ഒരു ഭരണസമിതിയുടെ തുടർച്ചയായിട്ടും പഞ്ചായത്ത് പ്രദേശം ഏറ്റെടുക്കേണ്ടി വരിക. അതുപോലെ പാശ്ചാത്യ മേഖലയിലെ വികസനകാര്യം കൊർത്തുശ്ശേരി പഞ്ചായത്ത് ഇരിങ്ങാലക്കുട നിലവിലുണ്ടായിരുന്ന നഗരസഭയുമായി താരതമ്യം ചെയ്താൽ ഒരു ബന്ധവുമില്ല. ഇരിങ്ങാലക്കുടയിലെ റോഡുകളുടെ സ്ഥിതി, ഇരിങ്ങാലക്കുടയിലെ തെരുവുകളുടെ സ്ഥിതി, ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്ന പരിസ്ഥിതി, ഇരിങ്ങാലക്കുടയിലെ മാലിന്യ പരിപാലനത്തിൽ വന്നിട്ടുള്ള ഉയർന്ന നില, അതുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊർത്തുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വലിയ വർദ്ധവിഷയമാണ് എന്ന് ഞാൻ പറയുന്നു. അപ്പൊ വലിയൊരു വികസനത്തിന്റെ വിടവ് കൊർത്തുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ. അപ്പൊ ആ വിടവ് കൂടി നികത്തിക്കൊണ്ടുവരുന്ന ഒരു വികസന കാഴ്ചപ്പാടായിരിക്കണം പുതിയ കൗൺസിലിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല നിശ്ചയമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 2005 ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. 18 കാര്യങ്ങൾ ആ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചു. ആ 18 കാര്യങ്ങളിൽ 17 കാര്യങ്ങളും ചാരിതാർത്ഥ്യത്തോടുകൂടി പൂർത്തിയാക്കിയിട്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മാനിഫെസ്റ്റോ ഞാൻ ബുധനാഴ്ച മാനിഫെസ്റ്റോ ഈ പ്രസ് കൺഫറൻസിൽ റിലീസ് ചെയ്തു. ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളുടെ 48 ഇടങ്ങളിലായി ഇരിങ്ങാലക്കുട പുതിയ നഗരസഭയുടെ വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടുകൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിലാദ്യം ഞങ്ങൾ പറയുന്നത് പുതിയ നഗരസഭയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാണ്. വികസനത്തിന്റെ പ്രാഥമിക രേഖ ഒരു മാസ്റ്റർ പ്ലാനാണ്. ഈ പട്ടണത്തിലെ വിവിധ മേഖലകളെ ഏതു തലത്തിൽ വികസനത്തിൻ്റെതായിട്ടുള്ള പാതയിലേക്ക് കൊണ്ടുവരണം എന്നതിനുള്ള ഒരു അടിസ്ഥാന രേഖയാണ് മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കാർഷിക പ്രാധാന്യമുള്ള മേഖലകളുണ്ട്, തൊഴിലാളികൾക്ക് താല്പര്യങ്ങളുള്ള മേഖലകളുണ്ട്, വ്യവസായ കേന്ദ്രീകൃതമായിട്ടുള്ള ചെറുകിട വ്യവസായങ്ങളുടെ മേഖലകളുണ്ട്, കോഴി വ്യവസായം അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങളുടെ മേഖലകൾ കടന്നു വരുന്ന ഒരു പുതിയ നഗരസഭാ പ്രദേശമാണ്. അപ്പൊ അതിനടിസ്ഥാനമാക്കി ഉള്ള വികസന തന്ത്രങ്ങൾ നിർമ്മാണം നടത്താനാണ് ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്. അതുപോലെ തന്നെ വളർന്നു
നഗരത്തോടൊപ്പം ഗ്രാമത്തെ എത്തിക്കുക. നിലവിലുള്ള കൊത്തുശ്ശേരി ഗ്രാമപഞ്ചായത്തിന് ഈ നഗരത്തിന്റെ ഒപ്പം എത്തിക്കാനുള്ള വലിയ പരിശ്രമം വേണ്ടിവരും ഒരു പശ്ചാത്തല വികസനത്തിന്റെ കാര്യത്തിലായാലും കുടിവെള്ളത്തിന്റെ ലഭ്യതയുടെ കാര്യത്തിലായാലും ഇന്ന് ലോകം മുഴുവൻ നേരിടുന്ന മാലിന്യ പരിപാലന കാര്യത്തിലായാലും ഒക്കെ തന്നെ ഒരു ദീർഘവീക്ഷണത്തോട് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചപ്പാട് വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇരിങ്ങാലക്കുട നഗരസഭ, തെലങ്കാന നഗരസഭ 35 ലക്ഷം രൂപയ്ക്ക് ക്ലീൻ കേരള പദ്ധതിയിൽ നിന്നും ജലമാലിന്യ സംസ്കരണ പ്ലാന്റിന് അനുവാദം ലഭിച്ച് അന്ന് അതിന്റെ നിർമ്മാണം ആരംഭിച്ചു. പിന്നീട് ഈ നഗരസഭ വിസ്തൃതി കൂടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിൽ നിന്ന് പിന്നാക്കം പോയി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള IHSTP പദ്ധതിയിൽപ്പെടുത്തി ജലമാലിന്യ സംസ്കരണ പ്ലാന്റിന് 4.78 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിക്ക് അനുവാദം വാങ്ങി അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കാലെടുത്ത് പ്രധാന കാരണമാണ്. കാരണം 35 ലക്ഷത്തിന്റെ ഒരു ജലമാലിന്യ സംസ്കരണ പ്ലാന്റിന് രൂപം കൊടുത്താൽ പുതിയതായി രൂപം കൊള്ളുന്ന നഗരസഭാ പ്രദേശത്തിൽ ആ പ്ലാന്റ് തയ്യാറാകും. ആ പ്ലാന്റ് കൊണ്ട് ഇവിടുത്തെ മാലിന്യ പരിപാലനം നല്ല രീതിയിൽ നടത്താൻ കഴിയില്ല എന്നുള്ള ദീർഘവീക്ഷണമാണ് ഐക്യരാജ്യം ഭരിച്ചിരുന്ന കാലങ്ങളിൽ IHSTP പദ്ധതിപ്പെടുത്തി പുതിയ UIDSന്റെ പദ്ധതിപ്പെടുത്തി പുതിയ പദ്ധതി അനുവദിച്ച് വാങ്ങുന്നതിന് വേണ്ടിയാണ് കുറച്ച് ബെറ്റർ ഡിലേഡ്, ഒരിക്കലില്ലാത്തതിനേക്കാൾ വേണം കുറച്ച് ഡിലേഡ് ആകുക എന്നതുകൊണ്ടാണ് കുറച്ച് കാലതാമസം അനുഭവം. അപ്പോൾ മാലിന്യ പരിപാലന കാര്യത്തിൽ ആ ജലമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണത്തോടുകൂടി സമഗ്രമായ ഒരു പുരോഗതി നമ്മുടെ പുതിയ നഗരസഭാ പ്രദേശത്ത് കൈവരിക്കാൻ കഴിയും. ഒരു നഗരസഭ പ്രദേശമായി പഞ്ചായത്ത് പ്രദേശമാകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പിടി അവസരങ്ങൾ നമുക്ക് ചുറ്റും തുള്ളിക്കളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പുതിയ നഗരസഭയുടെ ഭരണം ഐക്യജനാധിപത്യം ലഭിച്ചാൽ എന്ന് പദ്ധതി. കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇഷ്ടംപോലെ ലഭിക്കാൻ അവസരമുള്ള കാലഘട്ടം. അടിസ്ഥാന സൗകര്യങ്ങളുടെ പശ്ചാത്തല മേഖലയിലെ വികസനത്തിന് വേണ്ടി UIDSന്റെ സ്കീമിൽപ്പെടുത്തി പരിധികളില്ലാത്ത പണം ലഭിക്കാൻ ഇന്ന് അവസരം. അതിന് ഒരു വസ്തു പണയപ്പെടുത്തേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഗ്രാൻഡായിട്ട് ലഭിക്കുന്ന പണമാണ്. ഒരു വസ്തു പണയപ്പെടുത്താതെ ആവശ്യമായിട്ടുള്ള പണം നമുക്ക് ലഭിക്കും. ഇവിടെ പുതുമുറ ഷോപ്പിംഗ് കോംപ്ലക്സിന് പണം ലഭിച്ചതും സോഡിയം പേപ്പർ ടാങ്കുകൾ സ്ഥാപിക്കാൻ പണം ലഭിച്ചതും നമ്മുടെ സ്ലോട്ട് ഹൗസിന്റെ നിർമ്മാണത്തിന് പണം ലഭിച്ചതും നമ്മുടെ പുതിയ റോഡ് ബൈപ്പാസ് റോഡിന് പണം ലഭിച്ചതും ഒക്കെ UIDS സ്കീമിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ പാശ്ചാത്തല മേഖലയിലെ വികസനത്തിന് ആവശ്യമായ ഉണ്ടാവില്ല എന്നില്ല. രണ്ടാമത് IHSTP പദ്ധതി മുഖേന ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള സമൂഹത്തിന്റെ സാമൂഹ്യമായിട്ടുള്ള വളർച്ചയ്ക്കും അവരുടെ പാശ്ചാത്തല അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും ആവശ്യമായിട്ടുള്ള എത്ര കോടി രൂപ വേണമെങ്കിലും ലഭിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം തവണ 1.13 കോടി രൂപയും രണ്ടാം തവണ 4.13 കോടി രൂപ അടക്കം 5.26 കോടി രൂപ നമ്മുടെ പഴയ നഗരസഭാ പ്രദേശത്ത് ലഭിച്ചതും അതിന് ഒന്നാം ഘട്ട പണി ഏകദേശം പൂർത്തിയായ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാൻ സാധിക്കും ആ പദ്ധതി പ്രവർത്തനം. അപ്പൊ അടിസ്ഥാന വർഗങ്ങളുടെ ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ആളുകളെ സാമൂഹ്യ ക്ഷേമ ഐശ്വര്യം ഉറപ്പുവരുത്തുക, പാശ്ചാത്തല മേഖലയിലെ കുറവുകളും പോരായ്മകളും പരിഹരിക്കുക, ഈ പട്ടണത്തിലെ റോഡുകളെ പോലെ തന്നെ കൊത്തുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ എത്തിക്കുക, റോഡുകളില്ലാത്ത സ്ഥലത്ത് പുതിയതായ റോഡുകൾ ഏറ്റെടുത്ത് നിർമ്മിക്കുക, കുടിവെള്ളം സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുത്തു വരികയാണ്. അതിന്റെ DPR തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയുമായി കൈകൊടുത്തുകൊണ്ട് UIDS സ്കീമിൽപ്പെടുത്തി അതിനുള്ള പദ്ധതികളുടെ രൂപീകരണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ അത് കൊത്തുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തേക്ക് കൂടി ഒരു ഓഗ്മെന്റേഷൻ പദ്ധതി കൂടി അനുവദിച്ചു കൊടുത്തുകൊണ്ടാൽ നമ്മുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം, അരുവണ്ണിപ്പുഴയിൽ വെള്ളമില്ലാത്ത പ്രശ്നം കഴിഞ്ഞ 5 വർഷമായിട്ടില്ല. പക്ഷെ നമ്മുടെ പമ്പിംഗ് ലൈൻസിന്റെ പോലെയായിരുന്നു നമ്മുടെ പമ്പിംഗ് സ്റ്റേഷന്റെ ശേഷിക്കുറവുമാണ് കഴിഞ്ഞ ഏതെങ്കിലും കാലഘട്ടത്തിൽ ലഭ്യതയ്ക്ക് ഒരു കുറവ്. അത് പരിഹരിക്കുന്നതിന് സമഗ്രമായിട്ടുള്ള കുടിവെള്ള പദ്ധതി കൊത്തുശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൂടിച്ചേർന്ന അടിസ്ഥാനത്തിൽ കൊത്തുശ്ശേരി ഗ്രാമപഞ്ചായത്തിന് മാത്രമായ ഡോക്യുമെന്റേഷൻ പദ്ധതി അത് നടപ്പാക്കിയ ജനങ്ങളെ സംബന്ധിച്ച് കുടിവെള്ളത്തിന്റെ ലഭ്യത ഏകദേശം എല്ലാവർക്കും കുടിവെള്ളം 24 മണിക്കൂർ ലഭിക്കാവുന്ന സ്ഥിതി കൈവരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ ഇരിങ്ങാലക്കുടയിൽ ഇനിയും കുറവുകളുള്ളതുണ്ട്. നമുക്കൊരു ആധുനിക അറവുശാല, ആധുനിക ശ്മശാനം വളരെ അത്യാവശ്യം.